നമ്മളിന്ന് ചൂണ്ടയിടാൻ ഇറങ്ങിയതാണ്. ഇന്നലെ പെയ്ത മഴ നല്ല രീതിക്ക് തോട്ടിലും പാടത്തിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ നടന്നു പോകുന്ന വഴിയായിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ മഴ പെയ്ത് വെള്ളം നല്ല രീതിക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതുവഴി നടക്കാൻ പറ്റില്ല. നമ്മളൊന്ന് മാറിയാണ് നടക്കുന്നത്. ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. മൊത്തം റബ്ബർ കാടും പച്ചപ്പുല്ലാണ്. കണ്ടോ, അല്ല മൊത്തം പച്ചപ്പാണ്. നല്ല രസമാണ് ഇതുവഴി നടക്കാനൊക്കെ. നമ്മൾ പോകുന്ന വഴി മൊത്തം പായലാണ്. മഴ പെയ്ത് ഇവിടെ മൊത്തം വഴുക്കലായിട്ട് കിടക്കുവാണ്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തെന്നി വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. ഇവിടെയൊക്കെ വെള്ളക്കെട്ടുകളുണ്ട്. ഇതിനകത്ത് മീൻ കാണാൻ ചാൻസും ഉണ്ട്. പക്ഷേ നമ്മളിവിടെയല്ല ചൂണ്ടയിടാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറച്ചും കൂടി മാറി അപ്പുറത്തായിട്ടൊരു കുഴി കാണാം. അതൊരു ചുള്ളക്കുഴിയാണ്. അതിനകത്ത് നല്ല രീതിക്ക് പണ്ട് മീൻ അടിച്ചിട്ടുള്ളതായിരുന്നു. നമുക്ക് അവിടെയാണ് പോവേണ്ടത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് ബാക്കി വീഡിയോ കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്താറായിട്ടുണ്ട്. ഇവിടെ മുഴുവൻ വെള്ളവും കയറി കാടും പിടിച്ച് കിടക്കുവാണ്. നമ്മൾ വെള്ളത്തിൽ കൂടിയാണ് നടന്നു പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇവിടെ എന്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് മറിയുന്നൊക്കെ ഉണ്ട്. നമുക്ക് ഏതായാലും ചൂണ്ടയിട്ട് നോക്കാം. നമ്മൾ ചൂണ്ടയിലും ബ്രാഡിയും സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചൂണ്ടയിലും ബ്രാഡിയും സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കമ്പ് എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മളിവിടെ നിന്ന് ഒരു കമ്പ് ഒടിക്കാൻ നോക്കി. നമ്മളിത് കുറച്ച് ദൂരെ നിന്നാണ് ഒടിച്ചിട്ട് വന്നത്. ഇവിടെ മൊത്തം റബ്ബർ മാത്രമേ ഉള്ളൂ, വേറെ കമ്പൊന്നും കിട്ടിയില്ല. ഈ റബ്ബറാണെങ്കിൽ ഒടിക്കാൻ നോക്കിയിട്ട് ഒടിക്കാനും പറ്റിയില്ല. പിന്നെ ഞാൻ വേറൊരു കമ്പാണ് ഒടിച്ചത്. ഇതേതോ പാഴ്ചെടിയുടെ കമ്പാണ്. എനിക്ക് തോന്നണത് ഇതിൽ മീനും വല്ലതും അടിക്കുകയാണെങ്കിൽ മീനും പോവും കമ്പും പോകുമെന്നാണ്. നമുക്കേതായാലും ചൂണ്ടയിട്ട് നോക്കാം. ബൈറ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മണ്ണരയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിതാണ്ട് ഒരു പീസ് മണ്ണര പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളൊരു ചെറിയ ചൂണ്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു കാർബണിൻ്റെ ഹുക്കാണ്. വളരെ ഷാർപ്പായിട്ടുള്ളൊരു ഹുക്കാണ്. അതിൽ നമ്മൾ മണ്ണര കോർത്ത് കയറ്റിയിട്ടുണ്ട്. മണ്ണര വേണ്ട നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ചൂണ്ടയിട്ട് നോക്കാം. രണ്ടും കൂടി ഒന്ന് ഇട്ട് നോക്കാം നമുക്ക്. നമുക്കൊരു ചെറിയ പരലാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് മീനാണിത്. അടിപൊളി. ഇവിടെ ഇരിക്കട്ടെ, കിടന്ന് പിടയ്ക്കുന്നു. അങ്ങനെ തിരികട്ടെ. നമുക്ക് ബാക്കി ചൂണ്ടിടാം. ചൂണ്ട ഇവിടെ ഒരു കനത്തിലുള്ള വേറെ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ സന്തോഷമായിരുന്നേനെ. ഇതും കുഴപ്പമില്ല. അത് കിടക്കട്ടെ. നമുക്കൊരു മീൻ മിസ്സായിട്ടുണ്ട്. അല്ല, മീൻ മിസ്സായില്ല, പരൽ കണ്ട്. നമുക്ക് അടുത്ത പരലടിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു മീൻ മിസ്സായിപ്പോയെന്ന്. ചെറിയൊരു പരലാണ്, എന്നാലും കുഴപ്പമില്ല, മീൻ കിട്ടിയല്ലോ. ഇവിടെ നമുക്ക് പിന്നെ കവറിലേക്ക് ഇടാം.
ബാക്കി നൂരി എടുക്കുവാണ്. യെസ്, നമ്മുടെ രണ്ടാമത്തെ മീനാണ്. നല്ല മഴ വരുന്നുണ്ട് ഫ്രണ്ട്സ്, എന്നെ മിക്കവാറും നനയ്ക്കും. കുഴപ്പമില്ല, കുട എടുത്തിട്ടുണ്ട്, നമുക്ക് പറ്റണ പോലെയൊക്കെ വീഡിയോ എടുക്കാം. നമ്മൾ ഇതിൻ്റെ അടുത്ത മണ്ണര ഒരുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ തന്നെ ഒന്ന് ഇട്ട് നോക്കാം. വിചാരിച്ച പോലെ തന്നെ മഴ താണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മിക്കവാറും നമുക്ക് പണി കിട്ടും. നോക്കട്ടെ, നമുക്കതിനെ ചൂണ്ടിടാം. നമുക്ക് കുട എടുത്തിട്ട് വരാം. നമുക്കങ്ങനെ കുട എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ അമ്മയുടെ കുടയാണ്. അമ്മേനോട് ചോദിക്കാതെ തന്നെ എടുത്തത്. ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ എന്താവുമെന്ന് അറിയാം. മീനുണ്ടെന്ന്, വെറൈറ്റി മീൻ. നമ്മളിവിടെ ചൂണ്ടിട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ നമുക്ക് ഈ മീൻ കിട്ടുന്നത്. പള്ളത്തിയാണെന്നാണ് തോന്നുന്നത്. ഇത് കായലിലൊക്കെയാണ് സാധാരണ കണ്ടുവരുന്നത്. ഇത് ഇവിടെ എങ്ങനെ കിട്ടിയെന്ന് നമുക്കറിയില്ല. മഴയത്ത് കയറി വന്നതാവും. ഇവിടെ നിന്നിട്ട് നമുക്ക് മടുപ്പ് തോന്നുന്നു. നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോവാണ്. ചിലപ്പോൾ അവിടെ നിന്ന് മീൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി വീഡിയോ കാണിച്ചു തരാം. പൊടിയാറായിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെയാണ് ചൂണ്ടിടാൻ പോകുന്നത്. ഇതൊരു പാടമാണ്. ഇതിൽ നിറച്ച് വെള്ളം കയറി കിടപ്പുണ്ട്. ഇതിനകത്ത് മീനും കാണാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഏതായാലും ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ചൂണ്ടിട്ട് നോക്കാം. മണ്ണര കുറച്ച് ചൂണ്ടിട്ടിട്ടുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ പിരിയിൽ എന്തോ കൊത്തുന്നുണ്ട്. എടുത്തിട്ടുണ്ട്. ചെറിയൊരു കരിപ്പിടിയാണ് കിട്ടിയത്. ഇവൻ തീരെ ചെറുതാണ്. ഇങ്ങനെ നമ്മൾ തിരിച്ചു വിടുവാണ്. അങ്ങനെ ഒരു തിരിച്ചു വിടുവാണ്. നമുക്ക് അടുത്ത കരിപ്പിടി കിട്ടിയിട്ടുണ്ട്. ചെറുതാണ് മീൻ. നമ്മുടെ രണ്ടാമത് കിട്ടിയ കരിപ്പിടിയാണ്. ഇപ്പം നമ്മൾ തിരിച്ചു വിടുവാണ്. അവനെയും തിരിച്ചു വിട്ടിട്ടുണ്ട്. നമുക്ക് അടുത്ത മീൻ നോക്കാം. നമുക്ക് അടുത്ത ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. കരിപ്പിടിയാണ് കിട്ടിയത്. ഇവനെ നമ്മൾ തിരിച്ചു വിടണില്ല. ഇവനെ നമ്മൾ കവറിലേക്ക് ഇടുവാണ്. അത്രയ്ക്ക് വലുതൊന്നുമില്ല. നമുക്കിപ്പോൾ കിട്ടിയൊരു വരാലാണ്. ചെറുതാണ്. ചൂണ്ട മെഴിഞ്ഞ് കളഞ്ഞു. നമ്മളതിനെ കുന്നൂരി എടുത്തിട്ടുണ്ട്. തീരെ ചെറിയൊരു ബ്രാലാണ്. അങ്ങനെ തിരിച്ചു വിട്ടിട്ടും കാര്യമൊന്നുമില്ല. അവൻ്റെ ചെകിളെല്ലാം കീറിപ്പോയി കൂരി എടുത്തപ്പം. വേണ്ട, നമ്മൾ ചൂണ്ടയുടെ അടുത്തുനിന്നുകൊണ്ട് ഒരു തേങ്ങ കിടക്കുന്നുണ്ട്.
നമുക്ക് എങ്ങനെയെങ്കിലും അതിനെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കണം. പിന്നെ ഒരു കരിപ്പിടിയാണ്, പക്ഷെ തീരെ ചെറുതല്ല, നമ്മൾ നേരത്തെ കവറിലിട്ട പോലത്തെ ഒരു സൈസാണ്. വെള്ളത്തിൽ കിടന്നിരുന്ന തേങ്ങ നമ്മൾ കയ്യെത്തി എടുത്തിട്ടുണ്ടായിരുന്നേ. തേങ്ങയായി, മീനുമായി. നമുക്ക് അടുത്ത മീൻ കിട്ടിയിട്ടുണ്ട്. ആ ചൂണ്ട അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. നല്ല രീതിക്ക് ഒരു മഴ വരുന്നുണ്ട്. നല്ലൊരു മഴ പെയ്ത് തോന്നിയിട്ടുണ്ട്. അടുത്ത മഴ ഇപ്പോൾ പെയ്യും. നമ്മൾ അതിന് മുമ്പ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നമുക്കിന്ന് അത്യാവശ്യം കുറച്ച് മീനുകളായിരുന്നു കിട്ടിയത്. എന്തായാലും ഇന്നത്തെ ചൂണ്ടൽ ഇവിടെ കൊണ്ട് നമ്മൾ നിർത്തുവാണ്. അവസാനം നമ്മൾ കിട്ടിയ മീനുകളെ കാണിച്ചു തരാം. ഇന്ന് ചൂണ്ടയിടാൻ പോയതിൽ നമുക്ക് ഇത്രയും മീനുകളായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.